ദൈവത്തെ വിളിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ദോഷം വരുത്തുന്ന ധാരാളം ശക്തികളുണ്ട്. ദോഷം വരുത്തുന്ന ശത്രുവുണ്ട്, ദോഷം വരുത്തുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ബൈബിള് നമുക്ക് തരുന്ന ഉറപ്പ്, നിനക്കൊരു ദോഷവും വരാൻ ദൈവം സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ ഒരു വചനമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം. പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷവും വരുത്തുകയില്ല. ദൈവം തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു അധികാരം ഞാൻ തരികയാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് 12 ശിഷ്യന്മാരെ കൂടാതെ 70 പേരെ തിരഞ്ഞെടുത്തു. അവരെ ദൈവം കർത്താവ് ചെല്ലുന്നതിന് മുമ്പ് പട്ടണങ്ങളിലേക്ക് അയച്ചു. അവർ സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറയുക, കർത്താവേ, നീ ഞങ്ങളെ അയച്ചു, ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി. ഉടനെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ അധികാരം തരികയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ. ഇവരവിടെ പോയത് എന്തിനാന്ന് ആ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവര് കൊയ്ത്തിനായിട്ടാണ് പോകുന്നത്. കൊയ്ത്ത് സ്ഥലത്ത് വെളിപ്പെടുന്ന 2 കാര്യങ്ങളാണെന്ന് പാമ്പും തേളും. മാർബിളിട്ട വീട്ടിലോ ഒന്നും സർപ്പങ്ങൾ അധികം വെളിപ്പെടാറില്ല. എന്നാൽ കൊയ്ത്ത് സ്ഥലത്തൊക്കെ ധാരാളം പാമ്പുകൾ വെളിപ്പെടും. അതിന്റെ ആത്മീയാർത്ഥം എന്താ? ഇവിടുത്തെ കൊയ്ത്ത് ആത്മാക്കളുടെ കൊയ്ത്താണ്. നീ കൊയ്യാൻ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും സർപ്പങ്ങൾ നിനക്കെതിരെ ചീറിക്കൊണ്ട് വന്നാൽ, ഏതെങ്കിലും തേളുകൾ നിന്നെ നോയിപ്പിക്കാൻ വന്നാൽ അറച്ചു നിൽക്കരുത്. നിനക്കെതിരെ ചീറ്റി വരുന്ന സർപ്പത്തിന്റെ പത്തിക്ക് നീ ചവിട്ടണം, എന്നിട്ട് നീ കൊയ്യണം. ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം, നിനക്കെതിരെ ചീറിക്കൊണ്ടുവരുന്ന, നിന്നെ കുത്തി നോയിപ്പിക്കാൻ ശ്രമിക്കുന്ന പാമ്പുകളും തേളുകളും നിന്റെ മുൻപോട്ടുള്ള ലക്ഷ്യത്തെ തകർക്കുവാൻ പദ്ധതിയിടുമ്പോൾ അറച്ചു നിൽക്കരുത്. ഒരധികാരം ഞാൻ നിനക്ക് തരിക. നിനക്കെതിരെ ചീറി വരുന്ന സർപ്പശക്തികൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, ദുഷ്ടശക്തികൾ, എതിർശക്തികളെ നീ നിന്റെ കാലുകൊണ്ട് ചവിട്ടണം, എന്നിട്ട് നീ മുന്നോട്ട് പോകണം. കാരണം നിനക്ക് ഞാൻ അധികാരം തരിക. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ഏതൊരു ശക്തിയുമാകട്ടെ, അതിനെ നിന്റെ കാൽക്കീഴിലാക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സകലത്തെയും ജയിക്കുവാനുള്ള കൃപ തരണം. എന്നിട്ടധികം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരികയില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് മുമ്പിൽ ഞങ്ങൾക്ക് നേരെ ചീറ്റിക്കൊണ്ടുവരുന്ന വിഷസർപ്പങ്ങളും ഞങ്ങളെ നോവിക്കാനായി വരുന്ന തേളുകളും ഞങ്ങൾക്കെതിരെ കരുതുള്ളി വരുമ്പോൾ അതിനെ ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദിവസങ്ങളിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ നിനക്ക് ദൈവം അധികാരം തരുന്നു. ഗോഡ് ബ്ലെസ് യു.